ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. പരമ്പരാഗതമായ ഓരോ കേരളീയ വിഭവങ്ങൾക്കും അതിൻ്റേതായ കഥകളുണ്ട്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ പാചക രീതികൾ തന്നെ. ബീഫ് വറുത്തരച്ചത് അത്തരം ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായി മാറ്റിവെച്ചിട്ടുള്ള 1 കിലോ ബീഫാണിത്. വെള്ളമെല്ലാം പൂർണ്ണമായി മാറ്റിയ ശേഷം ഇതിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്. ബീഫ് വേവിക്കുന്നതിനായി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മാത്രമാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില 3 തണ്ട്, പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ഗ്ലാസ് വെള്ളം, ഇത്രയും ചേർത്ത് കൈ നന്നായി വൃത്തിയാക്കിയ ശേഷം ബീഫിലേക്ക് തിരുമ്മി പിടിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 3/4 വേവിൽ വേവിച്ചെടുക്കണം. ബാക്കി 1/4 ഭാഗം കിടന്ന് വേവേണ്ടത് കറിയിലാണ്. അടുത്തത് വറുത്തരക്കുന്നതിനായിട്ടുള്ള ചേരുവകളാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 ഏലയ്ക്ക, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ചെറിയ ഉള്ളി, 5 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 തണ്ട് കറിവേപ്പില, പിന്നെ വേണ്ടത് 2 ഉണക്കമുളക്. ഒരു അടികട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം സ്പൈസസ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില, ഉണക്കമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ചൊന്ന് വാടിയ ശേഷം 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ കളറിലേക്ക് ആക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിയ ശേഷം വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരച്ച് മാറ്റി വയ്ക്കുക. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. 3 ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 5 ഏലയ്ക്ക, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 തക്കാളി ക്യൂബ്സായി കട്ട് ചെയ്തത്, 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണിത്. പിന്നെ വേണ്ടത് 2 സവാള ചെറുതായി നുറുക്കിയെടുത്തതുമാണ്. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് പട്ട, കുരുമുളക്, ഏലക്ക, സവാള അരിഞ്ഞത് എന്നിവ ചേർത്ത് വഴറ്റി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർക്കുക. അതൊന്ന് വാടി വരുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ ഉരുളക്കിഴങ്ങ് ചേർത്ത് വഴറ്റി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആവി കയറ്റുക. 5 മിനിറ്റിന് ശേഷം മിക്സി കഴുകിയ വെള്ളത്തോട് കൂടിയിട്ടുള്ള വറുത്തരച്ച അരപ്പും 1/2 കപ്പ് ചെറുചൂട് വെള്ളവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം 3/4 ഭാഗം വേവിച്ച ബീഫ് കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് ഇളക്കി കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങും ബീഫും വറുത്തരച്ച മസാലയിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. കറക്റ്റ് വേവിലാണ് ബീഫ് ചേർക്കുന്നതെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 3/4 വേവ് ഞാൻ പറഞ്ഞത്. ഉരുളക്കിഴങ്ങും ബീഫും പാകത്തിന് വെന്ത് ചാറ് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 4-5 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ബീഫ് വറുത്തരച്ചത് ഇവിടെ റെഡിയാണ്. ബീഫിന് പകരം ചിക്കൻ ആണെങ്കിൽ കൂടെ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഏത് മീൽസിൻ്റെ ഒപ്പവും ചേർന്ന് പോകുന്ന ഒരു കറിയാണിത്. പ്രത്യേകിച്ച് പുട്ട്, നെയ്ച്ചോറ്, പഴംപൊരി എന്നിവയോടൊപ്പം. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.